റെസിപ്പീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പിയെ ക്യൂൽ ഫ്രൈ ആണ്, കാട ഫ്രൈ. അപ്പം കാട ഫ്രൈ ചെയ്യാൻ 2 പാക്കറ്റ് കാടയാണ്. ഒരു പാക്കറ്റില് 4 എണ്ണം ഉണ്ട്, ചെറിയ കാടക്കോഴികള്. അങ്ങനെ 2 പാക്കറ്റില് 8 കാടക്കോഴികളുണ്ട്. അപ്പൊ അത് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാന്ന്, അതിന് ഞാൻ 4 എണ്ണം എയർ ഫ്രൈ ചെയ്യുവാണ്, 4 എണ്ണം എണ്ണയിൽ മുക്കി പൊരിക്കുക. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ, 1 ടീസ്പൂണാണ് ഗരം മസാല, ഇത് വലിയ ജീരകം, പെരിഞ്ജീരകം പൊടിച്ചത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ എടുത്തു മഞ്ഞൾപ്പൊടി, അത് ഉപ്പ് ആവശ്യത്തിന്. ഇപ്പം ഞാനിത് 1 ടേബിൾ സ്പൂൺ ആണ് ഉപ്പ് വെച്ചേക്കുന്നത്, അത് നമുക്ക് വേണ്ടി അത്ര. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിന്റെ കളറ് ഇച്ചിരി മാറിയിരിക്കുന്ന ഇതിനകത്ത് ഒരു 2-3 ചെറിയ ഉള്ളിയൂടെ ഞാനിട്ട് അരച്ചായിരുന്നേ. ഇത് നാരങ്ങാ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അര നാരങ്ങയുടെ നീരാ. ഇത് ഇഷ്ടം പോലെ ജ്യൂസ് ഉണ്ട്, അത് വലിയൊരു നാരങ്ങയായിരുന്നേ. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ, കുറച്ച് അരിപ്പൊടി നമ്മുടെ സാധാ ഇത് അപ്പത്തിന്റെ ഇടിയപ്പത്തിന്റെ ഉള്ള ഇതാണ്. ഇത് നല്ലൊരു എണ്ണ മുക്കി പൊരിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടിയൂടെ ചേർത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മസാലയെല്ലാം ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു നനവുണ്ട് ഇതിന്റെ എല്ലാം കൂടെ. ആ നനവില് വേണം ഇതൊന്ന് പുരട്ടാന്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. നനവ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണയോട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് പിടിപ്പിച്ചിട്ട് ഒന്ന് നല്ലതായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇതിപ്പം 4 എണ്ണം എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഇനിയും 4 എണ്ണം ഓയിലിലും ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇത് 200 ഡിഗ്രിയിൽ നമ്മൾ ആദ്യം 25 വെച്ച് നമുക്ക് 25 മിനിറ്റ്സ് നമുക്ക് വെക്കണം. ഓയിൽ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കാട ഫ്രൈ ചെയ്യാൻ നല്ലത്. ഇപ്പം എണ്ണ മുക്കി പൊരിക്കുവാണെങ്കിൽ വെളിച്ചെണ്ണയാണ്. എൻ്റെ അടുത്ത് വെളിച്ചെണ്ണയില്ല. ഇപ്പൊ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പം അത് എണ്ണയിലോട്ട് ഇടണം. എണ്ണയിൽ ഇട്ടുടനെ ഇത് തിരിച്ചിടരുത്. ആദ്യം എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിൽ ഇടണം. അത് കഴിഞ്ഞ് ഫ്ലെയിം ഒന്ന് ലോ ചെയ്യണം. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ കിടന്നാണ് പിന്നെ അത് ഫ്രൈ ആകേണ്ടത്. ഇതിന്റെ മസാലകളെല്ലാം കോട്ടിങ് വിട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ ഉടനെ അത് തിരിക്കല്ലേ. 4 എണ്ണം. ഇപ്പൊ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റി. ഇനി അത് ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കട്ടെ. നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിലിൽ മുക്കി പൊരിച്ചതാണ്. ഇത് എയർ ഫ്രൈ ചെയ്താണ്. ഞാൻ ഇനി ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ഏതാണ് നല്ലതെന്ന്. ഈ കാട ഫ്രൈ നമുക്ക് എന്തിന്റെ കൂടെയും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അല്ലെങ്കിൽ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ട്. ഇപ്പൊ ഞാൻ സാലഡ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഇന്ന് എന്റെ കുക്കിംഗ് ഡേ ആണ്. ഇനി 1-2 ഡിഷസ് കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട് കുക്ക് ചെയ്ത്. അപ്പം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കുറച്ച് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്ത് ഒരു ഡെക്കറേഷൻ കൊടുത്തു. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാമേ. ഇത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് എടുത്ത് വേണേലും കഴിക്കാം. ഞാനൊരു കാല പൊടിച്ചെടുത്ത് നല്ലുണ്ട്. ആ വെജിറ്റബിളിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ ലെമൺ ജ്യൂസും പെപ്പർ പൗഡറിൻ്റെ ഒക്കെ അതുപോലെ ഇത് പെരിഞ്ജീരകം പൊടിച്ചതൊക്കെ ചേർത്തല്ലോ, അതിൻ്റെയൊക്കെ ആ ടേസ്റ്റ് നല്ലതായിട്ട്
ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി ഇത് എയർ ഫ്രൈ ചെയ്തതുകൂടെ ഞാനൊന്ന് നോക്കട്ടെ. ഒരു പീസ് നല്ല ചൂടാണ്, അതുകൊണ്ട് രണ്ടും സെയിം മാരിനേഷൻ ആണല്ലോ, അപ്പം രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും എന്റെ പേഴ്സണൽ ഒപ്പീനിയന് എണ്ണ മുക്കി പൊരിച്ച ഇത് ഹെൽത്തി വേർഷനാണ്. കാര്യം എയർ ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും ഓയിൽ, ഇച്ചിരി ഞാൻ ഓയിലൊന്ന് ആ ബ്രഷിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തായിരുന്നു. ജസ്റ്റ് ഒന്ന് അതിന്റെ പുറത്തോടൊന്ന് തൂത്ത് കൊടുത്തു ഓരോ സൈഡ് തിരിച്ചിട്ടപ്പം. ഇത് മൊത്തം എയർ ഫ്രയറിൽ ഇരുന്നത് ഒരു 45 മിനിറ്റോളം ഇരുന്നു, 3/4 മണിക്കൂറ്. അപ്പം എണ്ണയിൽ ഉള്ളത് ഓരോ സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് നല്ല ആയിട്ട് ക്രിസ്പി ആയ പോലെ വറുത്തെടുത്തു. എനിക്ക് കൂടുതലും ഇഷ്ടമായത് ഇതാണ്, ഈ എണ്ണയിൽ മുക്കി വറുത്തത്. അത് ആ എണ്ണയിൽ കിടന്ന് ആ പൊരിഞ്ഞേന്റെ ഒരു. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമല്ലോ. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം.